ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന വിഭവം കിളിക്കൂട്. ഇത് വളരെ വ്യത്യസ്തമായൊരു വിഭവമാണ്, വളരെ ടേസ്റ്റിയാണ്. ആദ്യം എത്രയാണോ ഉള്ളി എടുക്കുന്നത് അതിനാവശ്യമായ ഓയിൽ ഒഴിക്കുക. ആദ്യം ആവശ്യത്തിന് ഉള്ളി, അതിലേക്ക് പച്ചമുളക് 1 ടീസ്പൂൺ, കറിവേപ്പില, പാകത്തിന് ഉപ്പ്. ഇത് നന്നായി വഴറ്റുക. കുറച്ച് മല്ലിച്ചപ്പ്, ഇതൊന്ന് വഴന്ന് വരുമ്പം കുറച്ച് മല്ലിച്ചപ്പ് ഇടുക. കുറച്ച് ബിരിയാണി മസാലപ്പൊടി. ഇപ്പോൾ ഇത് ബ്രൗൺ കളറായി വരുന്നുണ്ട്. ഇനി ഗ്യാസ് ഓഫ് ചെയ്യുക. ആദ്യം ഞാൻ ഉരുളക്കിഴങ്ങ് പുഴുങ്ങി നന്നായി ഉടച്ച് വെച്ചിരിക്കുന്നു. നന്നായി ഉടയ്ക്കണം, ഒരു കട്ട പോലും ഇല്ലാതെ ഉടച്ച്. നിങ്ങൾക്ക് ഏത് വലുപ്പത്തിനാണോ ആവശ്യം അതിനനുസരിച്ച് ഉരുളക്കിഴങ്ങ് എടുത്ത് അതിങ്ങനെ കയ്യിൽ വെച്ച് പത്തിരി രൂപത്തിലാക്കും. ഇപ്പോൾ ഉള്ളി വഴറ്റിയത് വെക്കാം. പിന്നെ കോഴിമുട്ട ഇതിലിങ്ങനെ വെച്ചിട്ട് ഈ ഉരുളക്കിഴങ്ങ് പത്തിരി പോലെ ആക്കിയത് കൊണ്ട് ഇതിങ്ങനെ പൊതിയാം. അതിങ്ങനെ ഇനി ആവശ്യമുണ്ടെങ്കിൽ ഇങ്ങനെ വെച്ചിട്ട് ഇതിങ്ങനെ നല്ലോണം ഒരു ഉരുള രൂപത്തിൽ ഇതിലേക്ക് കോഴിമുട്ടയുടെ വെള്ള മാത്രം ഒടിച്ച് വെച്ച് അതിൽ ഈ കോഴിമുട്ടേൻ്റെ വെള്ളയിൽ നന്നായി മുക്കുക. ഇത് സേമിയ നന്നായി പൊടിക്കുക. ആ പൊടിച്ച സേമിയയിലേക്ക് ഈ ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയ ഉള്ളി എല്ലാം കൂടി റൗണ്ട് രൂപത്തിലാക്കിയത് ഈ സേമിയയിൽ നന്നായിട്ട് മുക്കി. ഇത് പൊരിഞ്ഞ് വന്നാൽ തന്നെ മനസ്സിലാവും ഇതിനെങ്ങനെ ഈ പേര് ലഭിച്ചു എന്നുള്ളത്. ഈ ഉണ്ടാക്കി വെച്ച കിളിക്കൂട് ഫുള്ളായിട്ട് മുങ്ങാൻ വിധത്തിൽ ഓയിൽ ഒഴിക്കുക. ഈ ഉണ്ടാക്കി വെച്ച കിളിക്കൂട് അതിലേക്ക് ഇതിൽ രണ്ടെണ്ണ ഏറി വന്ന് 2 എണ്ണ ഇടാൻ പറ്റുള്ളൂ. 3 എണ്ണ 4 എണ്ണ ഇട്ടാൽ അതൊന്നായിട്ട് പൊട്ടിയിട്ട് പുറത്തേക്ക് വരും. നല്ല ബ്രൗൺ കളർ ആവാൻ പാടില്ല. നല്ലോണം വേവിക്കുക. നല്ല മൊരിഞ്ഞ് വന്നാൽ അതെടുത്ത് പ്ലേറ്റിലേക്ക് ചേർക്കും.